നല്ലൊരു കുമ്പസാരം, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം, ഈശോയുടെ നാമത്തിൽ ശരണപ്പെടുന്നത്. ഇപ്പം നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തണം എന്ന് പറയും. എന്തുകൊണ്ടാണ് നന്നായിട്ട് നമ്മളൊന്ന് കുമ്പസാരിക്കണമെന്ന് പറയുക? ഈ കുമ്പസാരത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ കുമ്പസാരത്തിന് നമ്മളെ ഒരുക്കുന്നത്, നമ്മളെ സഹായിക്കുന്നത് നമ്മൾക്ക് എന്തുകൊണ്ടും ആവശ്യമാണ്. അത് നമ്മളുടെ ഭൗതിക മേഖലയിലാണെങ്കിലും ആത്മീയ മേഖലയിലാണെങ്കിലും നാം അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു വഴിയാണ് വിശുദ്ധ കുമ്പസാരം. ഇത് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയല്ല. ഞാൻ പുറകാലം ഇത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു നല്ല കുമ്പസാരം നടത്തുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ആത്മീയവും ഭൗതികവുമായ വലിയ അഭിഷേകമുണ്ടാവും. ഈ അഭിഷേകം മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാകാത്ത വിധം ദൈവകൃപകൾ കൊണ്ട് നിറഞ്ഞതാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായ അനുഗ്രഹങ്ങളാണ്. ഇത് ഞാൻ നിങ്ങളെ പറഞ്ഞ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്താം. അപ്പം അതിന് നല്ലൊരു കുമ്പസാരത്തിന് നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ് ഈ ധ്യാനം. അതുകൊണ്ട് നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് എന്താ നമ്മൾ കുമ്പസാരിക്കേണ്ടത്? ഇവിടെയൊക്കെ എന്താ കുമ്പസാരിക്കുന്നത്? നമ്മുടെ പാപങ്ങളാണ് നമ്മൾ ഏറ്റുപറയുന്നത്, പാപങ്ങളാണ്. അതുകൊണ്ട് ഞാനിവിടെ വലിയ തിയോളജി ഒന്നും പറയുന്നില്ല. ഞാൻ പറയുന്ന അടിസ്ഥാനപരമായ ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ആഴപ്പെടുത്തുകയാണ്. സമയക്കുറവ് കൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നാം പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പാപം നമ്മൾ ഏറ്റുപറയുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാപം ദൈവം ഗൗരവത്തോടെ എടുക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ വിചാരിക്കും, ദൈവം കരുണയുള്ളവനല്ലേ, ദൈവം ഇത്ര വിശാല സ്നേഹമുള്ളൊരു ദൈവമല്ലേ, എൻ്റെ ഈ ചെറിയ പൂഞ്ഞാൻ പാവമൊക്കെ ഈ ദൈവം കണക്കിട്ടുകൊണ്ടിരിക്കുമോ? പ്രിയമുള്ളവരെ, ദൈവം കരുണയുള്ള ദൈവം തന്നെയാണ്. പക്ഷേ ന്യായം വിധിക്കുന്ന ഒരു ദൈവം കൂടിയാണ്. ദൈവത്തിൻ്റെ ന്യായപീഠത്തിൻ്റെ മുൻപിൽ ചെന്ന് വീഴുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. ദൈവത്തിൻ്റെ ന്യായപീഠത്തിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. അതുകൊണ്ട് പാപത്തെ ദൈവം ഗൗരവത്തോടെ എടുക്കും. കാരണം തൻ്റെ ഒരു മകനും മകളും ഈ ന്യായപീഠത്തിൻ്റെ മുൻപിൽ നിന്ന് ലജ്ജിച്ച് തല താഴ്ത്തി എന്നേക്കുമായി നിത്യ നരകത്തിൽ പതിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആകാശത്തിലെ ദൈവം പാപത്തെ ഗൗരവത്തോടെ എടുക്കുന്നു എന്ന് ഈ പുസ്തകത്തിൽ അക്കമിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ദൈവം പാപത്തെ ഗൗരവത്തോടെ എടുക്കും. രണ്ട്, ദൈവത്തിൻ്റെ ഏകപുത്രനും ഈശോ പാപത്തെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. പാപം ചെയ്ത ആളുകളോടവൻ കരുണ കാണിച്ചെങ്കിലും പാപത്തോടൊരു കോംപ്രമൈസിന് തയ്യാറാകാതെ ഈശോ വ്യക്തമായി പഠിപ്പിച്ചു, പാപം ചെയ്യല്ലേ മോനെ, പാപം ചെയ്യരുതേ മോളെ. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം, നമ്മളും പാപത്തെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ 5 അപകടങ്ങൾ ഉണ്ട് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്, ഈ പാപം നമ്മെ കീടത്തെ പോലെ കാണും. ഈ പാപം നമ്മെ വേട്ടയാടും. ഈ പാപം നമ്മുടെ ഐശ്വര്യങ്ങളെ തടയും. 4, ഈ പാപം നമ്മുടെ സ്വസ്ഥത കളയും, സമാധാനം കളയും. 5, ഈ പാപം നമ്മുടെ ജീവനെ കവരും. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ദൈവം
പാപത്തെ ഗൗരവത്തോടെ എടുക്കും. പലരും ചോദിച്ചേക്കാം, ഈ ദൈവം ഈ പാപം ചെയ്തതാൽ നമ്മളെ ശിക്ഷിക്കുമോ? പാപം ചെയ്ത ദൈവം നമ്മളെ ശിക്ഷിക്കും? പഴയ നിയമത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും ശിക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കില്ല. നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ദൈവം പാപം ചെയ്താൽ നമ്മളെ ശിക്ഷിക്കുമെന്ന്. ദൈവത്തിന് ശിക്ഷിക്കാൻ പറ്റുകയില്ല, ദൈവം ശിക്ഷിക്കുകയില്ല. പക്ഷെ ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവമല്ല നമ്മളെ ശിക്ഷിക്കുന്നത്, മറിച്ച് ഈ പാപമാണ് നമ്മെ വേട്ടയാടുന്നത്. ഈ പാപത്തിന് അടിയറവ് പറയുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാൻ കാരണം, ശിക്ഷയുണ്ടാകാൻ കാരണം അത് ദൈവമല്ല, മറിച്ച് അവൻ ചെയ്തു കൂട്ടിയ തിന്മ. ഈ തിന്മ അവനെ നിരന്തരം വേട്ടയാടും. ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. ഇത് നമ്മൾ അറിയണം. ഹല്ലേലൂയ. ആരോഗ്യത്തോടെ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറയുന്ന കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധയോടെ നമ്മളിരുന്ന് കേൾക്കാൻ പോവുകയാണ്. ദൈവം പാപത്തെ ഗൗരവത്തോടെടുക്കും. നുള്ളി, പിച്ചി, മാന്തി, ഞോണ്ടി, കള്ളം പറഞ്ഞു, മോഷ്ടിച്ചു, ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഈ പരിപാടികളൊക്കെ നമ്മൾ ചെയ്താൽ നമ്മൾ വിചാരിക്കും സാരമില്ല, കുഴപ്പമില്ല, പിള്ളേരില്ലയോ. പക്ഷെ ബൈബിൾ പറയുകയാണ്, ബൈബിളിൻ്റെ ഭാഷയിൽ ചെയ്യുന്ന നിസാര പാപങ്ങൾക്ക് പോലും ഒരു കണക്ക് കൊടുക്കേണ്ടി വരും. ഈ പാപത്തിന് 2 പരിണിത ഫലങ്ങളുണ്ട്. ദൈവം ഗൗരവത്തോടെ എടുക്കാൻ കാര്യമുണ്ടെന്നറിയാമോ? നാം ചെയ്യുന്ന ഓരോ പാപത്തിനും 2 പരിണിത ഫലങ്ങളുണ്ട്. ഒന്ന്, പാപത്തിന്റെ ഒരു പ്രവൃത്തി. 2, പാപത്തിനൊരു കടം. ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാകും. നമ്മളൊരു തെറ്റ് ചെയ്താൽ ഈ പാപത്തിന് 2 പരിണിത ഫലങ്ങളുണ്ട്. ഒന്ന്, പാപത്തിന്റെ ഒരു പ്രവൃത്തി. 2, അതിനൊരു കടം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വിശുദ്ധ കുർബാന നാവിലേക്ക് വെച്ച് തന്നുകൊണ്ട് വൈദികൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നു. ഏതേലും ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും. അപ്പോൾ ഒരു പാപത്തിന് പാപവുമുണ്ട്, അതിനൊരു കടവുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പാപം ചെയ്താൽ ഈ പാപത്തിന് ഒരു കടം കൂടി കിടപ്പുണ്ട്. ഉദാഹരണത്തിന്, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീട്ടിൽ മകളെ നോക്കി അമ്മ പറഞ്ഞു, എടീ പൈപ്പിൽ വെള്ളം തീർന്നടി, കിണറ്റിൽ നിന്ന് ഇച്ചിരി വെള്ളം കൂടി കോരി വെച്ചിട്ട് പോയി, എനിക്കിപ്പോൾ സൗകര്യമില്ല, പള്ളി പോണം. എടി നിന്നോടാ പറഞ്ഞ ഇങ്ങോട്ട് വന്ന് ഇത് കോരി വെച്ചിട്ട് സൗകര്യമില്ലെന്നല്ലേ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലയോ തള്ളേ എന്നോടൊരു വാർത്ത. എന്നാൽ അവൾ എന്നിട്ട് പള്ളിയിൽ പോയി. പള്ളി വന്നപ്പോഴാണ് പിറ്റിച്ചോറച്ചൻ കുമ്പസാരക്കൂട്ടിലിരിപ്പുണ്ട്. വന്ന പാടെ അയ്യോ അമ്മ അനുസരിച്ചില്ല, അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് താനും. ചെന്നു കുമ്പസാരിച്ചു. ഈ കൊച്ചിന് അമ്മ അനുസരിച്ചില്ല എന്ന് പറഞ്ഞത് പാപം ക്ഷമിക്കപ്പെട്ടോ? ക്ഷമിച്ചോ? ക്ഷമിച്ചു. ആ പാപം ക്ഷമിച്ചു. പക്ഷെ ഇതിനൊരു കടം കിടപ്പുണ്ട്. സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോ ഈ അമ്മയുടെ മനസ്സിൽ ഉണ്ടായ ഒരു വിഷമം മൂലം കണ്ണിൽ പൊടിഞ്ഞ ഇരുതുള്ളി കണ്ണുനീരുണ്ട്. എന്നാലും ഞാൻ നൊന്തുപറ്റ ഈ കൊച്ച് ഇവൾ ഇങ്ങനെ പറഞ്ഞല്ലോ. ഈ കണ്ണുനീര് ഒരു കടമായി കിടക്കും. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കൂടെ ഒരു നല്ല ബസ് പുതിയതായി ഓടിയെന്ന് കരുതുക. MLA യുടെ കാല് പിടിച്ച് നമ്മുടെ റൂട്ടിലൂടെ KSRTC ഒരു ബസ് പോവുക. മന്ത്രിയും MLA യും ഒക്കെ ഇടപെട്ട് മനോഹരമായ ഒരു ദിവസം, സുന്ദരമായ ഒരു ദിവസം അത് ഉദ്ഘാടനമൊക്കെ ചെയ്തു.
അങ്ങനെ നമ്മുടെ നാടിന് അനുഗ്രഹമായി ഈ ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം ഹർത്താൽ ദിവസം ഒരു ഹർത്താൽ അനുകൂലി, ആഹാ ഞങ്ങളുടെ പാർട്ടി ഹർത്താൽ നടത്തുമ്പോൾ ബസ് ഓടുന്നു, കല്ലെടുത്ത് ഒറ്റയേറ്, ചില്ല് പൊട്ടി. നാട്ടുകാർ ഓടിച്ചിട്ട് അയാളെ പിടിച്ചു. വർഷങ്ങളായിട്ട് ഒപ്പ് ശേഖരിച്ച് സർക്കാരിന് അപേക്ഷ കൊടുത്ത് ഇറക്കിയ ഒരു ബസ്സാ ഒരു എറിഞ്ഞു പൊട്ടിച്ചിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിലായി അയാൾ, കോടതിയിൽ അയാളെ ഹാജരാക്കി. ഇയാൾ അതിമിടുക്കനായിരുന്നു. ഇയാൾ കോടതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. കഴിഞ്ഞ 2 വർഷമായി ഞാൻ മനോരോഗത്തിന് ചികിത്സയിലായിരുന്നു. കോടതി ഇയാളെ വെറുതെ വിട്ടു. പക്ഷെ ഒരു കടം കിടപ്പുണ്ട്. എന്താ അത്? ആ കണ്ണാടി അടിച്ചു പൊട്ടിച്ചു. ഈ പൊട്ടിയ ചില്ല് ഇതാര് മാറും? കുമ്പസാരക്കൂട്ടിൽ പാപം ഇളവ് ചെയ്തു വിട്ടു. പക്ഷേ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ചില കടങ്ങളും കണ്ണുനീരുകളും കിടപ്പുണ്ട്. നല്ലൊരു വീട് പണിതപ്പോ, വീടിന്റെ പണി തീർന്നപ്പോ കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഡാ അടിപൊളിയായിരിക്കുന്നു, നല്ല വീട്, ചെലവ് ചെയ്യണം. വീട് കൂതാശയുടെ അന്ന്, വെഞ്ചരിപ്പിന്റെ അന്ന് വൈകിട്ട് കൂട്ടുകാർ വന്നപ്പോൾ പറഞ്ഞു ചെലവ് ചെയ്യണം. ചേട്ടൻ പറഞ്ഞു ഞാൻ അടിക്കുകയല്ല. കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ അടിക്കും. കൂട്ടുകാരുടെ നിർബന്ധത്തിന് ഒരു വാങ്ങിച്ചു കൊടുത്തു. ആഘോഷമായിട്ട് ഇത് കഴിച്ചിട്ടതിൽ ഒരു ചേട്ടായി 4 കാലയിൽ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഭാര്യ ഇത് കണ്ടിട്ട് പറഞ്ഞു, ദേ വരുന്നു ഇന്നും നശിപ്പിക്കാനെ കൊണ്ട് 4 കാലയിൽ. കേട്ടപാടെ ഈ ചേട്ടായി കിട്ടിയ ഒരു കല്ലെടുത്ത് ഒറ്റയേറ്. ഈ ചേച്ചിക്കറിയാമായിരുന്നു ഈ കല്ല് വരുമെന്ന്. അസാമാന്യ മെയ്വഴക്കമുള്ളത് കൊണ്ടും കഴിഞ്ഞ 10-30 വർഷമായ അനുഭവം ഉള്ളത് കൊണ്ടും ഈ ചേച്ചി അസാമാന്യ കഴിവോടുകൂടി ഒഴിഞ്ഞു മാറി. പക്ഷെ പുറകെ വന്ന കൊച്ചിന് ഒഴിഞ്ഞു മാറാൻ നേരം കിട്ടിയില്ല. ആ കൊച്ചിൻ്റെ തല ചോരയിൽ കുളിച്ചു കിടക്കുന്ന കൊച്ചിനെ നോക്കിയിട്ട് ഈ ചേച്ചി ഒരു ശാപം അങ്ങനെ അങ്ങ് പറഞ്ഞു. ഈ ശാപം എവിടെ ചെന്ന് വീണു കാണും? ഇത് അയാളുടെ ദേഹത്തായിരിക്കുകയല്ല വീണത്, ഇതൊഴിച്ചു കൊടുത്ത ഒരുത്തൻ ഉണ്ട്. അപ്പൊ ചോദിച്ചേക്കാം, അവൻ അടിച്ചില്ലല്ലോ. അടിക്കണ്ട. കമ്പനി സൈക്കിന് വേണ്ടി ഇടർച്ചയ്ക്ക് കാരണമായി നാം അറിയാതെ വീട്ടിൽ ഇങ്ങനെ ഇൻവിറ്റേഷൻ കൊടുത്ത് ക്ഷണിച്ചു വരുത്തിയ, എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാവുന്ന അനേകരുടെ കണ്ണുനീര് കടമായി കിടപ്പുണ്ടാകും. നാം ഒന്ന് ചുമല് വെട്ടിച്ചതിന്റെ പേരിൽ, പുരികം വളച്ചതിന്റെ പേരിൽ, നാം ഉപയോഗിച്ചൊരു വാക്കിന്റെ പേരിൽ, അവഗണിച്ചതിന്റെ പേരിൽ അനേകരുടെ മനസ്സ് നൊന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരുകൾ കടമായി കിടപ്പുണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ഒരു കുമ്പസാരം നടത്തി എന്നതുകൊണ്ട് സ്വർഗം ഉറപ്പാക്കാമെന്ന് കരുതരുത്. കടം വീട്ടണം. ഈ കടം വീട്ടുന്ന പ്രക്രിയ, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല എന്നറിയാവുന്ന ദൈവം പാപത്തെ ഗൗരവത്തോടെ എടുത്തു. വലതുകരമർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമക്കളെ, കുമ്പസാരത്തിൽ പാപം മോചിച്ചാൽ നിത്യരക്ഷ ഉറപ്പാണ്. പക്ഷേ പാപത്തിന്റെ കടങ്ങൾ വീട്ടണം എന്ന് സഭ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് 77ഓളം ദണ്ഡവിമോചനങ്ങൾ പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ കടങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടേ ഈ മിഴി അടയാവൂ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഈ കാലഘട്ടം തമസ്കരിക്കുന്ന ഒരു പേരാണ് നരകം, ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ. സ്വർഗത്തെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് ഇഷ്ടമാ, പക്ഷേ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട്. വിധിയാളനായ ഒരു ദൈവത്തിന്റെ മുൻപിൽ ചെന്ന് നിൽക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ടെങ്കിൽ, ഒടുങ്ങാത്ത കടവുമായിട്ടാണ് നാം അവന്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ ഇടവരുന്നതെങ്കിൽ, ആ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണെന്നും അവസാനത്തെ ചില്ലിക്കാശും
കൊടുത്തു വീട്ടുവോളം നീ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരില്ല എന്നുമൊക്കെ ഈശോ ഉപമകളിലൂടെ അടിവരയിട്ട് ആവർത്തിക്കുന്നതിൻ്റെ കാരണം നിസ്സാരം അല്ല. അതുകൊണ്ട് ദൈവം പാപത്തെ ഗൗരവത്തോടെ എടുക്കും. അതുകൊണ്ടാണ് കുറേ ദണ്ഡവിമോചനത്തിൻ്റെ ക്രിയകൾ സഭ നിഷ്കർഷിക്കുന്നത്. ഈ പെരുന്നാൾ പൂർണ്ണമായ ദണ്ഡവിമോചനത്തിൻ്റെ ഒരു കാരണമാണ്. ഇടവക തിരുനാൾ നടത്തുക, ആ തിരുനാളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുക, അവിടെ മെത്രാച്ചൻ വരുന്നുണ്ടെങ്കിൽ മെത്രാപ്പൊലീത്തായുടെ ആശീർവാദം കൈമുത്ത് സ്വീകരിക്കുക, ആദ്യ കുർബാനയിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക, പട്ടംകൊടകളിൽ പോയി സംബന്ധിക്കുക, ഏതെങ്കിലും വിശുദ്ധന്റെ നാമത്തിലുള്ള പള്ളിയിൽ ആ വിശുദ്ധന്റെ തിരുനാൾ ദിവസം പോയി വിശുദ്ധ കുർബാന കാണുക, പ്രാർത്ഥിക്കുക, വിശുദ്ധ കുരിശിന്റെ വഴി പൂർണ്ണമായി നടത്തുക, അരമണിക്കൂറിൽ കൂടുതൽ വിശുദ്ധ വേദപുസ്തകം വായിക്കുക, അരമണിക്കൂറിൽ കൂടുതൽ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലിരുന്ന് ആരാധിക്കുക, ജപമാല പൂർണ്ണമായി രഹസ്യാത്മകമായി ധ്യാനിച്ചു ചൊല്ലുക. ഇതെല്ലാം സഭ ദണ്ഡവിമോചനത്തിന് തരുന്ന ക്രിയകളാണ്. ഈ നവംബർ മാസത്തിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നൊവേനയെടുത്ത് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക, നമ്മുടെ മരിച്ചുപോയവരെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി അവർക്കായി ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കുക. ഇതൊക്കെ സഭ നിഷ്കർഷിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ഒരു കുമ്പസാരം കൊണ്ട് മാത്രം നമുക്ക് സ്വർഗത്തിൽ നേരിട്ട് ചെല്ലാനാവില്ല. സ്വർഗം കിട്ടും, പക്ഷേ അതിന് കാരണമായ കടങ്ങൾ പരിഹരിക്കപ്പെടണം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന നാവിലേക്ക് വെച്ച് തരുമ്പോൾ എന്താ പറയുന്നത്? ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം പാപത്തെ ഗൗരവത്തോടെ എടുക്കും. ചിലർക്കിത് നിസ്സാരമാണ്, ചിലർക്കിത് തമാശയാണ്, ചിലർക്കിത് ഒളിക്കാൻ അറിയാം പാപം, ചിലർക്കിത് മറച്ചു പിടിക്കാൻ അറിയാം. കുമ്പസാരത്തിൽ ഇതൊന്നും ഏറ്റുപറയാതെ കാലങ്ങളായി നടക്കുന്നവരുണ്ട്. ഈ പാപം ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു ശീലമാക്കിയ ആളുകളുണ്ട്. അവരെ നോക്കി ഇന്നത്തെ സന്ധ്യയിൽ ആകാശത്തിൽ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: പ്രിയപ്പെട്ട മക്കളെ, പാപത്തെ നിസ്സാരമായി കാണരുതേ. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം തിരുവചനം: പാപം ആവർത്തിക്കരുത്, ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. ഹല്ലേലൂയ. പാപം ആവർത്തിക്കരുത്, ആദ്യത്തെ പാപം പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല എന്നൊക്കെ ഈ പുസ്തകം പറയണമെങ്കിൽ പാപം ദൈവം ഗൗരവത്തോടെ എടുക്കും. പരിഹാരമനുഷ്ഠിക്കാത്ത പാപങ്ങൾ, ആകാശത്തിലെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അനുതാപകൃപയോടെ പ്രാർത്ഥിക്കാത്ത പാപങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടും. ചെറുതും വലുതുമായ പാപങ്ങൾ ദൈവം ഗൗരവത്തോടെ എടുക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, ഈശോ പാപം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരെയാണ് ഈശോ പലപ്പോഴും ശാസിക്കാറുള്ളത്. ശരീരത്തിൽ ഇടറിപ്പോയ പെങ്കൊച്ചിനോട് പോലും ഈശോ ക്ഷമിച്ചു. പക്ഷേ ഈശോ ക്ഷമിക്കാതിരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആരാണെന്നറിയാമോ? ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്. കുമ്പസാരിച്ചില്ലേലും കുഴപ്പമില്ല. അവരെ ബൈബിള് വിളിക്കുന്ന ഒരു പേരുണ്ട്. നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ ബൈബിൾ അവർക്കൊരു പേരിടുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ല എന്ന് കരുതി പാപം ചെയ്തിട്ടും എനിക്ക് എന്നാ സംഭവിച്ചു, ഇത്രയും നാൾ ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ ജീവിച്ചത്, പ്രശ്നമൊന്നുമില്ലല്ലോ, അടിക്കടി പുരോഗതിയല്ല ഉള്ളോ, ഇങ്ങനെ കരുതുന്നവരെ ബൈബിൾ ഒരു പേരിടുന്നുണ്ട്. ആ പേര് നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർക്കിടുന്ന പേര് കൈപ്പുള്ള വിഷഫലം എന്നാണ്. കൈപ്പുള്ള വിഷഫലം. ഒന്നാമത് കയ്പാണ്, രണ്ടാമത് വിഷമാണ്.
ഈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത വിഷവുമാണ്, കയ്പുമാണ്. അവരെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇതാണ്: കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന വേര്, വൃക്ഷത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. അങ്ങനെയുള്ളവൻ എന്ന് വെച്ചാൽ ഈ പേരുള്ളവൻ, അവൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കുമെന്ന് പറഞ്ഞ് തന്നെ തന്നെ അനുഗ്രഹിക്കും. അവൻ്റെ പ്രത്യേകത അതാ. അവൻ ഈ കുതിർന്നതും വരണ്ടതും തമ്മിൽ വ്യത്യാസം അറിയത്തില്ല. അവൻ ഈ പാപവും പുണ്യവും തമ്മിൽ വേർകൃത്യം അറിയത്തില്ല. അവൻ ഈ പള്ളിയും തെരുവും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല. അവൻ ഈ മദ്ബഹായും ചന്തയും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല. അവന് വിശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല. അവന് ക്ഷരമേത് അക്ഷരമേത് എന്നറിയത്തില്ല. നശിച്ചു പോകുന്നതേത് നിലനിൽക്കുന്നതേതെന്നറിയത്തില്ല. അവൻ ഈ ഉടലിന്റെ പ്രത്യേകത എന്ത്, ആത്മാവെന്താണ് എന്ന് മനസ്സിലാകാതെ ഈ ലോകത്തിൽ തന്നെ തിന്നു കുടിച്ചൊടുങ്ങാൻ ഒരുമ്പെട്ടിറങ്ങുന്ന ചില ആളുകളുണ്ട്. അവർക്കെല്ലാം ഒന്നാണ്, ഒന്നിനും ഒരു കുഴപ്പവുമില്ല. അവൻ്റെ ബുദ്ധി കെട്ടിയിട്ടിരിക്കുകയാണ്. അവനെക്കുറിച്ച് കൊരിന്ത്യരെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ ഒരു സ്പിരിറ്റ്, ഒരു തരം അരൂപി ഇവരുടെ ബുദ്ധിയെ കെട്ടിയിട്ടിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അവർക്ക് ബൈബിളും തത്വശാസ്ത്രവും ഒന്നുപോലെയാണ്. അവർക്ക് പള്ളിയിലെ ഇടയലേഖനവും അവർക്ക് തത്വശാസ്ത്രങ്ങളും ഒരുപോലെയാണ്. അവർക്ക് പ്രാർത്ഥനയും പത്രവും ഒരുപോലെയാണ്. മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ട് അത് വേദവാക്യം പോലെ കരുതുകയും, എന്നാൽ വേദത്തിൽ പറഞ്ഞിട്ടുള്ള, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒരിക്കൽ പോലും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ ദേവൻ അന്ധമാക്കിയിരിക്കുന്ന മനസ്സുള്ള ആളുകൾ. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കണം. ഇവരെ ബൈബിൾ വിളിക്കുകയാണ് കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് കണക്കെ ചില ആളുകൾ. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടന്നാലും ഒരു കുഴപ്പവുമില്ല. ബൈബിൾ പറയുകയാണ്, നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങളിൽ, എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കുകയില്ല. കർത്താവ് ആകാശത്ത് നിന്ന് അവൻ്റെ നാമം തുടച്ചു നീക്കും. ഒരു 20 വർഷം കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ചില ആളുകൾ ഈ നാട്ടിൽ നമ്മുടെ അടുത്ത് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അവരെവിടെ പോയെന്ന് പോലും നമുക്കറിയാത്ത രീതിയിൽ ഈ ഭൂമിയിൽ നിന്ന് ചില ആളുകളെ ആകാശം തുടച്ചു നീക്കും. ആരാണെന്നറിയാമോ? പാപം ചെയ്യുന്നവരല്ല, ചെയ്തിട്ടും കുഴപ്പമില്ല എന്ന് കരുതി സ്വയം അനുഗ്രഹിക്കുന്നവർ. ഈ പുസ്തകം ആവർത്തിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ശാപമെല്ലാം അവൻ്റെ മേൽ പതിക്കും. തെറ്റ് ചെയ്യുന്നാൽ അനുതാപത്തിൻ്റെ ഒരു കൃപയുണ്ടെങ്കിൽ ദൈവം കൂടെ നിന്ന് സഹായിക്കും. എന്നാൽ നാം ഇന്ന് കാണുന്ന പല വീടുകളും ഒരു 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ, നാട്ടിൽ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നതൊക്കെ നല്ലതാണ്. പ്രിയമുള്ളവരെ, ദൈവം ഈ പാപത്തെ ഗൗരവത്തോടെ എടുക്കും. ഒരു സംഭവം കണ്ടുകൊണ്ട് നമുക്ക് ആ വിഷയം, പാപത്തെ ഗൗരവത്തോടെ ദൈവം എടുക്കും എന്നുള്ളത്, സങ്കീർത്തന പുസ്തകത്തിലെ 90-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പാപത്തെ ദൈവം സീരിയസ് ആയിട്ട് എടുക്കും. ചെറിയ പാപത്തെ പോലും ദൈവം സീരിയസ് ആയിട്ട് എടുക്കും. 90-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് ഒന്ന് വായിക്കാമോ? ഉറക്കെ വായിച്ചോ.
അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യൻ. അതിന്റെ താഴെ ഒരു കുഞ്ഞു ഹെഡിങ് ഉണ്ട്, ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന. അപ്പൊ ഈ സങ്കീർത്തനം മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. വേദശാസ്ത്രജ്ഞന്മാർ പറയും ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മോശയുടെ പിതൃ സഹോദരനായ അഹറോൻ മരിച്ചപ്പോ അഹറോന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് കൂടാരത്തിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച ചരമഗീതമാണ്. നമ്മളും പാടാറുണ്ടല്ലോ ഡെഡ് ബോഡിയൊക്കെ വെക്കുമ്പം അല്ലേ, ദുഃഖത്തിൻ്റെ പാന. ഇതുപോലെ മോശ ഈ അഹറോന്റെ ഡെഡ് ബോഡി വെച്ചിട്ട് പാടിയ പാട്ടാണ്. ഏത് പാട്ട്? 90-ാം സങ്കീർത്തനം. അതുകൊണ്ടാണ് അതിനകത്ത് 3-ാം വാക്യത്തിൽ ഒക്കെ പറയുന്നുണ്ട്, മനുഷ്യനെ അങ്ങ് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു, അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞുപോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു. വീണ്ടും 10-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80, 7-10 വേറെയായ 80 മാസമോ? 80 മാത്രം. നീളുമായോ സതു നിനച്ചാൽ. അതുകൊണ്ട് 12-ാം വാക്യം, ഞങ്ങളുടെ ആയുസിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന മോശ ഈ സങ്കീർത്തനത്തിൽ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈ മോശ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ കണ്ണിന്റെ മുമ്പിലുണ്ട്, ഞങ്ങൾ രഹസ്യത്തിൽ ചെയ്ത പാപം പോലും നിന്റെ മുഖത്തിന്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. ഈ മോശയ്ക്ക് എന്നാ പാപം? ഈ മോശ നമ്മളെപ്പോലെ ലോക്കൽ പാർട്ടിയൊന്നുമല്ല, വലിയ ദൈവകൃപയുള്ള മനുഷ്യനാണ് ഈ മോശ. കയ്യിലിരുന്ന വടി കൊണ്ട് ചെങ്കടൽ ഒരൊറ്റ അടി അടിച്ചപ്പോ ചെങ്കടൽ അങ്ങോട്ടും ഇങ്ങോട്ടും, നാഷണൽ ഹൈവേ, ജനം അപ്പുറത്ത് കിടന്നു. മോശ ചില്ലറക്കാരനല്ല. മോശ സീനായി മലയിൽ കയറിപ്പോയി ദൈവത്തോട് മിണ്ടിയിട്ട് ഇറങ്ങി 40 ദിവസം കഴിഞ്ഞ് വന്നപ്പോ മോശയുടെ മുഖത്തിന്റെ വെട്ടം കണ്ടിട്ട് ജനം പറഞ്ഞു, മോശെ വല്ല ബെഡ്ഷീറ്റ് എടുത്ത് തലവഴങ്ങയിട, നിന്റെ മുഖത്തിന്റെ വെട്ടം കണ്ടിട്ട് ഞങ്ങളുടെ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു. മോശ ചില്ലറക്കാരനല്ല, അത്ര മുഖത്ത് വെട്ടം തേജസ് ഉള്ള ആളായിരുന്നു. ആര്? യോശുവ അല്ല, മോശ. വീണ്ടും ഒരിക്കൽ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരു 250 പേര് പൊതുയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മോശ അവനാരാ, അവനെന്താ കൊമ്പുണ്ടോ എന്നൊക്കെ കരുതി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോശ ഇതറിഞ്ഞിട്ടില്ല. ദൈവം ഇത് കേട്ടിട്ട് ഉടനെ മറുപടി. അവരിരുന്ന ആ ഏരിയയിലെ ഭൂമി 2ആയിട്ട് അങ്ങ് പിളർന്നു. 250 പേരും താഴോട്ടങ്ങ് പോയി, ഭൂമി നകന്നു, മരിക്കാതെ അടക്കം കിട്ടി. മോശയ്ക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഉച്ചരിച്ചാൽ അന്നേരം ആകാശം റിയാക്ട് ചെയ്യും. ഒരിക്കൽ മോശയുടെ ഭാര്യയെയും മോശയെയും ചേർത്ത് മോശയുടെ പെങ്ങള് മിരിയാം അടുക്കളയിലിരുന്ന് എന്തോ ഒന്ന് കുശുമ്പ് കുത്തി. രാവിലെ എഴുന്നേറ്റപ്പോ ഈ ചേച്ചിയുടെ ബ്രഷും പേസ്റ്റും എടുത്തപ്പോ കൈ വെളുത്ത് മഞ്ഞു പോലിരിക്കുന്നു. എന്തായിരുന്നു രോഗം? മിരിയാമിന് എന്നാ രോഗമായിരുന്നു? ചിക്കൻ ഗുനിയായ, കുഷ്ഠം. എന്തായിരുന്നു? ലെപ്രസി, കുഷ്ഠരോഗം. കരുന്താ? മോശയ്ക്കെതിരെ പിറുപിറുത്ത് വീട്ടിലിരുന്ന് മോശയ്ക്കും ഭാര്യയ്ക്കെതിരെ ഒന്ന് കുശുമ്പ് കുത്തിയതേ ഉള്ളൂ. ദൈവം ഇടപെട്ടു. മോശ ചില്ലറക്കാരനല്ല. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ കൂടെ ഇറങ്ങി വരുന്നില്ലെങ്കിൽ ഈ ജനത്തിൻ്റെ കൂടെ ഞാൻ പോകത്തില്ല. ദൈവം പറഞ്ഞു, മാലാഖയെ വിടാം മോശെ. മോശ പറഞ്ഞു, ദൂതനൊക്കെ എവിടെ ഇരിക്കട്ടെ, നിനക്ക് വരാൻ പറ്റുമോ? ദൈവത്തെ വിളിച്ചിറക്കിയ ആളാണ് മോശ. മോശയുടെ നിർബന്ധത്തിന്റെ മുൻപിൽ ദൈവം ബലഹീനനായി പോയി. ദൈവം പറഞ്ഞു, ഞാൻ വരാം, ഞാൻ തന്നെ നിന്റെ കൂടെ വരാം.
പ്രിയമുള്ളവരെ, ഇങ്ങനെ ദൈവത്തെ കൂടെ കൊണ്ട് നടന്ന ആളായിരുന്നു ആര്? മോശ. ഈ മോശ പക്ഷേ പ്രാർത്ഥിക്കുകയാണ്. ഈ ഡെഡ് ബോഡി കണ്ടിട്ട്, അഹറോൻ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞു പാപം പോലും നിന്റെ മനസ്സിലുണ്ടല്ലോ. മോശയ്ക്ക് എന്താ ഈ ചെറിയ പാപം? മോശയ്ക്ക് വല്ല പാപം ഉണ്ടായോ? മോശയ്ക്കൊരു ചെറിയ പാപം ഉണ്ടായി. എന്താ തെളിവ്? പുതിയ നിയമം വായിച്ചാൽ മനസ്സിലാകും. കാരണം പുതിയ നിയമത്തിൽ യൂദാസിന് വെളിപ്പെടുത്തി, യൂദാസ് കറിയാത്തല്ല, കർത്താവ് തിരഞ്ഞെടുത്ത മത്തിയാസ് എന്ന യൂദാസിന്, യൂദാസ് ലീഹായിക്ക് തിരഞ്ഞെടുത്ത് കിട്ടി, മനസ്സിലായി കിട്ടിയ ഒരു ബോധ്യം. അതുകൊണ്ടാണ് യൂദാസിന്റെ ലേഖനത്തിൽ 9-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. മോശയ്ക്ക് സ്വർഗത്തിലേക്ക് പോകാനൊരു ടിക്കറ്റ് ഡിലേ ആയിപ്പോയി, തടഞ്ഞു വെച്ചു. യൂദാസിന്റെ ലേഖനം 9-ാം വാക്യം. ആ ആ നിന്നാ വാക്ക് പോലും തുനിഞ്ഞില്ല. പിന്നെയോ അത് വചനം ഇതാണ്: പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിക്കേണ്ടി വന്നു. മോശ മരിച്ചപ്പോ പ്രധാന ദൂതനായ മിഖായേലിന്റെ സൈന്യം കാഹളം മുഴക്കി അണിനിരക്കുകയാണ്. ദാ വരുന്നു മഹാനായ മോശ. ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടത്തി വാഗ്ദത്ത നാട്ടിലെത്തിച്ച, 40 വർഷം മരുഭൂമിയിലൂടെ അവരെ നയിച്ച മഹാനായ മോശ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വാഗ്ദത്ത പേടകം വാങ്ങിച്ച, കൽപ്പനകൾ വാങ്ങിച്ച മോശ, ഇതാ ശക്തനായ മോശ മരിച്ച് വരികയാണ്. ഓട്ടോമാറ്റിക്കലി സ്വർഗം മുഴുവൻ റെഡിയായി അദ്ദേഹത്തെ സ്വീകരിക്കാൻ. അങ്ങനെ കാഹളം മുഴക്കി മോശയുടെ ശരീരം ദാ വരുമ്പോൾ, വലിയ കാഹളം മുഴക്കി വെൽക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊമ്പും വാലും വെച്ചൊരു ടീം വന്നിട്ട് പറഞ്ഞു, ഹലോ ഹലോ, ഇവിടെ എന്താ ഇത്? ഒരു മാലാഖ ചോദിച്ചു, ആരാ നീ? അല്ല, ഞാൻ ആരും ആകട്ടെ, ഇതെന്താ ഇത് ഇവിടെ നടക്കും? മനസ്സിലായി, സാത്താനാണ്. അവനോട് തർക്കിച്ചിട്ട് കഥയില്ല. ഡാ, നീ മാറി നിൽക്ക്, ഇത് മോശ, മഹാനായ മോശ വരുന്നു, അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക. സാത്താൻ പറഞ്ഞു, ആഹാ, മോശയാണോ? വെയിറ്റ്, ഈ ശരീരത്തിലെ എനിക്കൊരു പോർഷൻ, ഒരു ചെറിയ ഭാഗം കടപ്പെട്ടിട്ടുണ്ട്, അതിങ്ങ് തന്നേര്, ഞാൻ അങ്ങ് പൊക്കോളാം. ഇത് കേട്ടാൽ സാധാരണ മിഖായേൽ ദൂതൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വാളെടുത്ത് വെട്ടിക്കണ്ടിച്ച് തോരൻ വെക്കേണ്ടി അന്നേരം അവനെ. പക്ഷേ ഈ മിഖായേൽ ദൂതൻ ഈ പിശാചിനെ കുറ്റപ്പെടുത്തുകയോ അവനെ ശാസിക്കുകയോ ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കുകയോ ചെയ്തില്ല. യേശുനാമത്തിൽ നിന്നെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു പറഞ്ഞില്ല. മിഖായേൽ ദൂതൻ പറഞ്ഞു, കർത്താവ് നിന്നെ ശാസിക്കട്ടെ, അത്രേ പറഞ്ഞുള്ളൂ. കർത്താവ് നിനക്ക് തരും കേട്ടോ, ഇപ്പൊ കിട്ടും. എന്തേ മിഖായേൽ ദൂതൻ ഈ പിശാചിനെ ശാസിക്കാഞ്ഞതെന്നറിയാമോ? വകുപ്പുണ്ട്. പിശാചിന് ഈ മോശയുടെ ശരീരത്തിൽ ഒരു ഭാഗം കടപ്പെട്ടിട്ടുണ്ട്. അതറിയണമെങ്കിൽ സങ്കീർത്തനം വായിക്കണം. 106-ാം സങ്കീർത്തനത്തിൻ്റെ 32-33 തിരുവചനം. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണം. ചെറിയ പാപം പോലും കണക്കിടാത്തവനല്ല ദൈവം. പരിഹരിക്കപ്പെടാത്ത ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഇരക്കാതെ അശ്രദ്ധമായി അലസമായി ഈ ആത്മീയ ജീവിതത്തെ കൈകാര്യം ചെയ്യാമെന്ന് നാം കരുതിയാൽ, പ്രിയ ദൈവമക്കളെ, ഒരപകടം ഇതിനകത്തുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 106-ന്റെ 32-33 തിരുവചനം. അവർ അവന് മനോവേദന ഉളവാക്കി, അവൻ വിവേകരഹിതമായി സംസാരിച്ചു. മതി മതി. അതായത് മെരീബാ ജലാശയത്തിന്റെ അടുത്ത് വെച്ച ജനം പറഞ്ഞു, എന്തിട്ട് മോശ, എന്തിട്ട് അഹറോൻ, ഞങ്ങൾ നേതാക്കന്മാരല്ലേ, ഞങ്ങൾ യഹൂദരല്ലേ, ഞങ്ങളുടെയും ചോര ചുമന്നതല്ലേ,
ഇങ്ങനെ കുറേ തർക്കം പറഞ്ഞിട്ട് അവർ ദൈവത്തിനെതിരെ തിരിയാൻ തുടങ്ങിയപ്പം മോശ ദൈവത്തോട് പറഞ്ഞു, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞല്ലേ, എന്തിനാ നീ എടുത്ത് ഈ വെറ്റകളെയൊക്കെ എൻ്റെ തോളയിലോട്ട് എടുത്ത് വെച്ചത്? യവനെയൊക്കെ പ്രസവിച്ചത് ഞാനാണോ? ഇങ്ങനൊരു ചോദ്യം അങ്ങ് ചോദിച്ചു ദൈവത്തോട്. മനോവേദന കൊണ്ട് കുത്തുവാക്ക് കേട്ടപ്പോ മറ്റുള്ളവരുടെ നാവിൽ നിന്ന് കേട്ടത് സഹിക്കാൻ മേലാഞ്ഞ് പിടിവിട്ടുപോയി മോശ എന്തോ അങ്ങ് പറഞ്ഞു. വിവേകരഹിതമായി സംസാരിച്ചു. പ്രിയമുള്ളവരെ, മരിച്ചപ്പോൾ പിശാച് വന്നിട്ട് പറയുകയാണ്, മോശ കൊണ്ടുപോകാൻ വരട്ടെ, മോശയുടെ ശരീരത്തിൽ എനിക്ക് അവകാശപ്പെട്ട ഒരു കടം കിടപ്പുണ്ട്. എന്തായിരിക്കും അത്? എന്തായിരിക്കും? മോശയുടെ ഏത് അവയവമായിരിക്കും കൊണ്ടുപോയത്? നാവ്. ഇനി ഒന്ന് ചോദിച്ചോട്ടെ, സ്വർഗത്തിൽ ഈ നാവില്ലാതെ ചെന്നാൽ വേറെ എന്നാ പണിയാണ് അവിടെ ഉള്ളത്? റബ്ബറുണ്ടോ വെട്ടാൻ? വണ്ടിയുണ്ടോ ഓടിക്കാൻ? മാത്സ് ഉണ്ടോ പഠിക്കാൻ? ക്രിക്കറ്റ് ഉണ്ടോ? അവിടെ ആകെപ്പാടെ ഉള്ളത് ഒരു കാര്യമുള്ളൂ. എന്താ അത്? ഹല്ലേലൂയ. അറിയാവോ? ഒന്ന് പറഞ്ഞേ. ഇങ്ങനെ പറഞ്ഞ അവിടെ ചെല്ലും. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. നാവുണ്ടെങ്കിലേ ഇത് പറ്റത്തുള്ളൂ. സ്വർഗത്തിൽ ചെന്നാൽ ഈ നാവില്ലാതെ പോയിട്ട് വല്ല കഥയുണ്ടോ? നമ്മളൊക്കെ മരിക്കുമ്പോൾ നമ്മുടെ ഏതൊക്കെ അവയവങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമെന്ന് ആർക്കറിയും? പ്രിയമുള്ളവരെ, ചെറിയ പാവം പോലും കണക്ക് കൊടുക്കേണ്ടി. ഭൂമിയിൽ മനുഷ്യൻ അവൻ ചെയ്യുന്ന പ്രവൃത്തി അവൻ്റെ ഭാവി ജീവിതത്തിന് നിർണായകമാണ്. ഭൂമിയിലെ ഈ ജീവിതം ഇത് കഴിഞ്ഞു ചെന്ന് ജീവിക്കുന്ന ഒരു ജീവിതത്തിന് നിർണായകമാണ്, നിസ്സാരമല്ല. ദൈവമക്കൾ ശ്രദ്ധിക്കണം, ഇവിടെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവം പാപത്തെ ഗൗരവത്തോടെ എടുക്കും. കരുണയുടെ ഒരപ്പ മരിക്കുന്നതിന് മുമ്പ് ഹൃദയം തുറന്ന് നമ്മളെ വിളിക്കുന്നുണ്ട്. മനസ്സ് തുറന്ന് കണ്ണ് നിറഞ്ഞ് ആ കരുണയെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഫൗസ്തീന അമ്മയോടൊക്കെ ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയുടെ അതിദാരുണമാ പിതാവേ, കരുണയാ. എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്ക് ഈശോ മരിച്ച ആ സമയത്ത് ഒരു കരുണക്കൊന്ത ചൊല്ലി മക്കളെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ദണ്ഡ വിമോചനമാ അല്ലേ മക്കളെ? അതെ, ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, എത്രയോ നേരം, എത്രയോ കരുണക്കൊന്തകൾ, എത്രയോ കൊന്തകൾ, എത്രയോ വിശുദ്ധരുടെ നൊവേനകൾ, പ്രാർത്ഥനകൾ. ഇവരെൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, അച്ഛാ ബ്രിജിത്താമ്മയ്ക്ക് വെളിപ്പെടുത്തിയ രഹസ്യം ഉണ്ടല്ലോ അച്ഛാ, അച്ഛാ ഈശോയുടെ 5 മുറിവുകളെ കുറിച്ച് ധ്യാനിച്ചാ ഈ മേഖല ദണ്ഡവിമോചനം വെച്ചാ നമ്മുടെ വീട്ടിലെ 15 പേർക്ക് ശുദ്ധീകരണ സ്ഥലത്ത് മോചിപ്പിക്കുന്നു വെച്ചാ. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാക്ഷ്യമായി ഞങ്ങളുടെ കൂടെ നടക്കുക. 8ഉം 10ഉം ദിവസമൊക്കെ വെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ച് ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ പിന്നിൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒരൊറ്റ പാപി പോലും ദൈവമേ നരകത്തിൽ പോകരുതേ, മാനസാന്തരത്തിൻ്റെ വരം കൊടുക്കണമേ. എത്ര എണ്ണത്തിനെയാ പിടിച്ചുകൊണ്ട് വരുന്നതെന്ന് അറിയാമോ? അച്ഛാ കുമ്പസാരിപ്പിക്കച്ചാ, അച്ഛാ ധ്യാനത്തിന് കൊണ്ടുവച്ചാ. ജീവിക്കുന്ന സാക്ഷ്യങ്ങളായിട്ട് ഈ കാലഘട്ടത്തിൽ അനേകർ കടന്നു വരുന്നു. അനേക യുവജനങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവം ഒരുക്കുന്നുണ്ട് ഈ കരുണയ്ക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, കരുതരുതെല്ലാവരും നമ്മളെപ്പോലെയാണ് എന്ന്. വഴിമാറി നടക്കുന്ന ഒരുപിടി ആളുകളാണ് ഈ ഭൂമിയുടെ അനുഗ്രഹമായി മാറുക. 110-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ
ഈ യുവാക്കളെക്കുറിച്ച്, യുവജനത്തെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. 110 സങ്കീർത്തനം 3 വാക്യം, ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും. ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും. വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടികൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ദൈവം ചിലരെയൊക്കെ തിരഞ്ഞെടുത്ത് മാറ്റുന്നുണ്ട്. വഴിമാറി ഈ ലോകത്തിൻ്റെ അഴുക്കുചാലുകളിൽ കൂടെ നടക്കാതെ വഴിമാറി നടക്കാൻ. പലതരം ഹല്ലേലൂയാ. പാപത്തെ ഗൗരവത്തോടെ എടുക്കുന്നത് മൂലം സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ച് തിരിച്ചറിവുള്ള ഒരുപിടി ആൾക്കാരെ ദൈവം ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയാ. ജീവിത വഴികളിൽ ജീവിതം എന്തെങ്കിലുമൊക്കെ ആയിത്തീരുമെന്ന് വിധി എഴുതിയ ആളുകളെയൊക്കെ ദൈവം ഇങ്ങനെ പിടിച്ചു മാറ്റി വഴിമാറ്റി കൊണ്ടുപോകും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദൈവം പാപത്തെ ഗൗരവത്തോടെ എടുക്കും. കാരണം മരണത്തോടെ എല്ലാം അവസാനിക്കും. പിന്നെ പ്രാർത്ഥിക്കാനാവില്ല, പിന്നെ അനുതാപമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് കണ്ണുനീരിന് ഫലമില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുൻപ് എൻ്റെ മക്കൾ എൻ്റെ കരുണയിൽ ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 2, അതുകൊണ്ട് തന്നെ ഈശോയും പാപത്തെ ഗൗരവത്തോടെ എടുക്കും. ഈശോ വന്നിട്ട് പാപിയെ സ്നേഹിക്കുന്ന അവൻ പാപത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. നമ്മളത് മനസ്സിലാക്കുന്നത് ഒരു സംഭവം കണ്ടുകൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബത്സയിദയിലെ ഒരു തളർവാദ രോഗി, ബത്സയിദ കുളക്കരയിൽ ഒരു തളർവാദ രോഗി കിടന്നായിരുന്നു, അല്ലേ? എത്ര വർഷം കിടന്നായിരുന്നു? എത്ര? 38 വർഷമായിട്ട് തളർന്ന ഒരു ചേട്ടായി. ഈ തളർവാദ രോഗി അദ്ദേഹം അവിടെ കിടന്നപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അദ്ദേഹത്തിന് ഒരു 30ാമത്തെ വയസ്സിലാണ് വീണത് എന്നങ്ങ് കരുതുക. നമ്മളൊരല്പം ഭാവന കണ്ടാൽ മതി. 30ാമത്തെ വയസ്സിൽ വീണു ഈ മനുഷ്യൻ. ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. ഇളയ മോള് പരീക്ഷ കഴിഞ്ഞിട്ട്, കണക്ക് പരീക്ഷ കഴിഞ്ഞ് 18 മാർക്ക് വാങ്ങിച്ചതിൻ്റെ സന്തോഷത്തിൽ ചാച്ചനോട് പറഞ്ഞു, ചാച്ചാ എനിക്ക് ഒരു കരിക്കിട്ട് തരാമോ? കൊച്ചു മാത്സിന് 18 മാർക്ക് വാങ്ങിച്ചല്ലേ, എന്നാൽ ഒരു കരിക്കിട്ട് കൊടുത്തേക്കാവുന്ന ഒരു വലിഞ്ഞു കയറിയതാണ്. ഒരു മടലെ പിടിച്ചു, കരിക്കിന് കിട്ടിയില്ല. മടലും കൊണ്ട് ചേട്ടായി താഴെ വീണു. ആട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടി തൂക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോയി വരാന്തെ കൊണ്ടുപോയി. ഇപ്പം കാലിങ്ങനെ ഇസഡ് പോലെ ഇരിക്കുകയാണ്. കാല് വലിച്ചു നോക്കി, രക്ഷയില്ല. ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി അവസാനം ആയുർവേദം നോക്കി, ചവിട്ടി തിരുമ്മി, ഞവര കിഴി കുത്തി ആകെപ്പാടെ വീട് വെളുത്ത് വരികയല്ലാതെ ഈ ചേട്ടായെ തിരുമിച്ചിട്ട് യാതൊരു കഥയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വടകെ വീട്ടിലെ ലിലിക്കുട്ടി പറഞ്ഞത്, തെയ്യാമ്മേ എടീ, നീ ഇതിയാനെ ഇങ്ങനെ ഇട്ട് തിരുമിയ നിൻ്റെ കുടുംബം വെളുത്തു പോത്തേ ഉള്ളടി. ഇപ്പം തന്നെ 6 മാസം ആയില്ലേ, നീ ഇതിയാനെ പോട്ട ഡിവൈൻ ബത്സയിദ കുളത്തിൽ കൊണ്ടുപോടി. അവിടെ മാലാഖ വന്ന് ഉറവക്കണ്ണി ഇളക്കിയിട്ട് പോവും. അപ്പോഴൊക്കെ ചില ആളുകൾ സൗഖ്യപ്പെടുന്നുണ്ട്, അല്ലേ? കേട്ടിട്ടുണ്ടോ ഇത്? ബൈബിളിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. ഇപ്പം ഈ ബത്സയിദ കുളത്തിൽ ആദ്യമേ ഇറങ്ങുന്ന രോഗി സുഖപ്പെടുമെന്ന് അതിൻ്റെ അടിക്കുറിപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ മാലാഖ വന്ന് ഉറവക്കണ്ണി ഇളക്കുമ്പോൾ ആദ്യമേ ആരിറങ്ങുന്നോ അയാൾ സൗഖ്യപ്പെടും. ഈ മനുഷ്യൻ വലിയ പ്രതീക്ഷയോടെ ഭാര്യയുമായിട്ട് അവിടെ ചെന്നു. അന്ന് രാത്രി മാലാഖ വരുമെന്ന് അനൗൺസ്മെൻ്റ് ഉണ്ടായി. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. രാത്രിയുടെ ഏതോ യാമത്തിൽ മാലാഖ വരാൻ സാധ്യതയുള്ള യാമത്തിൽ തന്നെ മാലാഖ വന്നു. പക്ഷേ വന്നതിൻ്റെ ക്ഷീണം കൊണ്ട് ഇവർ ഉറങ്ങിപ്പോയതിനാൽ ബ്ലും എന്നൊരു ശബ്ദം കേട്ടു. കണ്ണ് തുറന്നു നോക്കിയപ്പം ആരും എടുത്ത് ചാടി, അവർ രക്ഷപ്പെട്ടു. ഈ മാസത്തെ കോട്ട കഴിഞ്ഞു. ഇനി അടുത്ത മാസത്തെ കാത്തിരിക്കുകയാണ്. ഭർത്താവ് പറഞ്ഞു ഭാര്യയോട്, തെയ്യാമ്മേ നീ പൊടി, വീട്ടിൽ ചെല്ലടി, മക്കളെ വളർത്തണ്ടേടി. ആകപ്പാടെ 10 സെൻറ്റ് സ്ഥലവും പിന്നെ ഒരു പശുവുമാണ്. അതിൻ്റെ അകടെ കിടന്ന് 2 മണിക്കൂർ ഊഞ്ഞാലാടിയാൽ കിട്ടുന്ന 2 ലിറ്റർ പാല. അതുകൊണ്ട് സൊസൈറ്റി കൊടുത്തിട്ട് വേണ്ടേ ജീവിക്കാൻ. ഞാനോ എൻ്റെ അവസ്ഥ ഇതായി. എടി പിള്ളേരെ വളർത്തേണ്ടത് നീ പോ. തെയ്യാമ്മ പറഞ്ഞു, വേണ്ട ചേട്ടാ, ചേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവുകയില്ല. എടി ഞാനല്ലേ പറഞ്ഞു, ഇനി അടുത്ത മാസമല്ലുള്ള ഞാൻ അറിയിക്കാടി.
അങ്ങനെ അടുത്ത മാസം ദൈവമോ വന്നു, ചേട്ടാ മാലാഖ ഇന്നലെ വരുന്നേ, അതെ കാത്തിരിക്കുകയാണ്. രാത്രിയുടെ ഏതോ യാമത്തിൽ കണ്ണ് തുറന്നിവരിയ്ക്കുമ്പോൾ തന്നെ ബ്ലും ആരോ എടുത്ത് ചാടി ഈ മാസത്തെ കോട്ടായും പോയി. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ ഈ മനുഷ്യൻ കിടന്നുപോയി. ഇപ്പോൾ ഈ മനുഷ്യനെ നോക്കാൻ ആരും വരാറില്ല. ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു, ഭാര്യയൊക്കെ വിട്ടുപോകുന്ന ഒരു സമയം ഉണ്ട്. എപ്പോഴാണെന്നറിയാമോ? പോക്കറ്റിൻ്റെ കനം തീരുമ്പോൾ, ശരീരം ക്ഷീണിച്ചു തുടങ്ങുമ്പോൾ, കോഞ്ഞാട്ട പോലെ ആയിത്തീരുമ്പോൾ ഈ കൂടെ നിന്ന ഭാര്യ മക്കള് കാണുകയില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇവിടെ അല്ല, പത്തനംതിട്ടയിൽ പണ്ടൊക്കെ മക്കൾ വന്നിട്ട് അമ്മയുടെ സാരി പിടിച്ചിട്ട് പറയും, അമ്മയെ ചോറ് വിളമ്പിത്താ എനിക്കൂടെ. അമ്മ പറയും, മാറിക്കടാ, ചാച്ചന് വല്ലതും വിളമ്പി കൊടുക്കട്ടാ. ചാച്ചനല്ലേ വീട് നോക്കുന്നേ. പക്ഷെ ഇതേ ചാച്ചൻ തന്നെ ഒരു 20 വർഷം കഴിയുമ്പോൾ ചുമച്ച് കുറച്ച് വീടിൻ്റെ മൂലയ്ക്ക് ഇരുന്നിട്ട് പറയും, എടിയേ ഇച്ചിരി കഞ്ഞിവെള്ളം ഇങ്ങെടുക്കടി. മിണ്ടായിരിക്കും മനുഷ്യനെ, ചെറുക്കന് വല്ലതും വിളമ്പി കൊടുക്കട്ടെ. ഇത് തന്നെ എല്ലാവരുടെ അവസ്ഥ. ഇപ്പം തന്നെ ഞാൻ പിറ്റേഴ്സിനോട് ചോദിക്കുകയായിരുന്നു, വികാരി അച്ഛനോട്, നോട്ടീസിൽ മുഴുവൻ കൊച്ചന്മാരാണല്ലോ. ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. പ്രായമായി കഴിഞ്ഞാൽ പെരുന്നാളിന് നിങ്ങൾ എത്ര പേരെ വിളിച്ചു? വല്യച്ഛന്മാരെ വിളിക്കും. 3-ാം ദിവസം വിളിക്കുമെന്ന് എനിക്കറിയാം. അന്ന് ആ കുമ്പസാരത്തിൻ്റെ ദിവസം ചെവി കേൾക്കത്തില്ലല്ലോ. ഇത് എല്ലാവരുടെ അവസ്ഥയാണ്. യൗവനത്തിൻ്റെ ഗ്രാമറുകൾ മാത്രം സംസാരിക്കുന്ന ഒരു ലോകമാണിത്. വീണുപോയോ? പോയി. ഈ മനുഷ്യൻ വീട്ടിൽ നിന്നാരും തിരിഞ്ഞു നോക്കാതെ കിടന്നുപോയി. 1-2 വർഷമല്ല, 38 വർഷം കിടന്നുപോയി. 5-6 അസ്ഥിക്കഷണങ്ങൾ കൂട്ടിത്തുന്നിയ ഒരു രൂപം കണക്കെ വീണുപോയ ഒരു പാഴ് ജന്മത്തെ നോക്കി ഈ സമൂഹം വിധി എഴുതി, നിന്നെ ഞങ്ങൾക്ക് വേണ്ട, ആർക്കും വേണ്ട. അങ്ങനെ ആർക്കും വേണ്ടാതെ വീണു പോകുന്ന ആരെങ്കിലും വീണുപോയവരുണ്ടെങ്കിൽ അവർക്കൊരു സുവിശേഷമുണ്ട്. ഒരു 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് നിന്നെ വേണം. അവൻ വന്നിട്ട് പതിവ് പോലെ അവൻ ആ തെരുവിലൂടെ നടക്കുമ്പോഴാണ് ഈ തളർവാദ രോഗി അവിടെ കിടക്കുന്നത്. പതിവില്ലാത്ത ഒരു തണൽ മുഖത്ത് വീണപ്പോൾ അയാൾ കണ്ണുയർത്തി നോക്കി. 33 വയസ്സുള്ള അവൻ മെല്ലെ അവൻ്റെ കാതിൽ ചോദിച്ചു, സുഖമാകാൻ ആഗ്രഹമുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ ആരെങ്കിലും ഒരാൾ ഇത് ചോദിച്ചിരുന്നെങ്കിൽ ഈ ജന്മം രക്ഷപ്പെട്ടു പോയേനെ. പക്ഷേ ഇതുവരെ ചോദിക്കാത്ത ചോദ്യവുമായി നിൽക്കുന്ന ചെറുപ്പക്കാരനെ നോക്കിയിട്ട് സർവ കൺട്രോളും പോയി. മനുഷ്യൻ വാവിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, എനിക്കാരുമില്ല. ഈ കുളത്തിൽ വെള്ളം ഇളകുമ്പോൾ എന്നെ ആരെങ്കിലും ഒന്ന് തള്ളിയിട്ടിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയനെ. I have nobody in this world. എനിക്ക് ആരുമില്ല കർത്താവേ. തളർന്നുപോയവൻ്റെ കൈക്ക് മുറുകെ പിടിച്ചിട്ട് അവൻ പറഞ്ഞു, നിനക്ക് ഞാനുണ്ടടാ, ഞാനുണ്ട്, എഴുന്നേര. അവൻ ചാടി എഴുന്നേറ്റു. ചിരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, ദേ ആ ബെഡൂടെ. അവൻ ആ ബെഡ് ചുരുട്ടി തലയെ വെച്ചു. അവൻ തുള്ളിച്ചാടി പോവുകയാ. വീട്ടിലോട്ടല്ല, വീട്ടിലാരും ഇല്ല ഇപ്പോൾ. കാരണം 30-ാമത്തെ വയസ്സിൽ വീണ മനുഷ്യൻ 38 വർഷം കിടന്നെങ്കിൽ ഇയാൾക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ടാവും? 68 വയസ്സുള്ള ഈ മനുഷ്യൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരുണ്ടാകാനാ? മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടാവുന്നേ. ഒടുവിൽ ഈ മനുഷ്യൻ്റെ യാത്ര ദേവാലയത്തിലേക്ക് 4 പേരെ കാണിക്കണം. ഈ കിടക്കെടുത്ത് ചുരുട്ടി ഇങ്ങനെ പോകുമ്പോൾ പുറകിന്നൊരുത്തൻ, ഡോ ഇവിടെ. ആരാത്? തിരിഞ്ഞു നോക്കിയപ്പോൾ സിനഗോഗ് അധികാരിയാ. ഡോ ഇവിടെ. എന്താ ഇത്? ഏത്? ഈ തലയിരിക്കണേ കണ്ടില്ലേ സർ, ബെഡ്. ഡോ അത് മനസ്സിലായി. ഇതെന്തിനാ ചുമക്കുന്നതെന്ന്? സാർ ഇത് തന്നെ നടന്നു വരികയില്ല, അതുകൊണ്ടാ ചുമക്കണേ. ഡോ വർത്താനം പറയുന്നോ? ഇന്ന് ഏതാ ദിവസം എന്നറിയാമോ? സോറി സാർ, കലണ്ടർ നോക്കാൻ പറ്റിയില്ല സാർ. എടോ ഇന്ന് സാബത്താണ്. സാബത്തിൽ കിടക്ക ചുമക്കുന്നത് ബൈബിളൊന്നും ഇല്ല ഇവിടെ. നിഷിദ്ധമാണ്. സാബത്തില് കിടക്ക ചുമക്കാൻ പാടില്ല, അറിയോ സാറേ? ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു ഇതെടുത്ത് ചുമക്കണമെന്ന്. താഴെ വെക്കണമെങ്കിൽ ഇനി അവൻ വന്ന് പറയണം താഴെ വെക്കണമെങ്കിൽ, പോയി പണി നോക്കാൻ പറഞ്ഞു.
അയാൾ നേരെ ദേവാലയത്തിലേക്ക് പോവുകയാ. അവിടെ ചെന്നിട്ട് 4 പേരെടുത്ത് അവനിത് കാണിക്കുക. ദേ, എന്നെ നിങ്ങൾ ആരും നോക്കിയില്ല, പക്ഷേ എന്നെ തിരിഞ്ഞു നോക്കിയ ഒരു ദൈവമുണ്ട്, അവൻ ക്രിസ്തുവാണ്, ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം അവൻ ഈ ദേവാലയത്തിലൂടെ ഇങ്ങനെ ബെഡും കൊണ്ട് നടക്കും. അവൻ്റെ തലയിണക്കി എന്ന് പിടിച്ചിട്ട് ഈശോ അവനെ നിർത്തി. തിരിഞ്ഞു നോക്കിയപ്പം ഇന്നലെ കണ്ട ആളാ. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവനോട് ഈശോ ഒരു വാക്യം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. 14-ാം തിരുവചനം, യോഹന്നാൻ 5:14. ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ശ്രദ്ധിക്കണം, ഈശോ അവനോട് പറയുകയാണ്, കൂടുതൽ മോശമായത് സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ, കൂടുതൽ മോശമായത് വരാൻ പോകുന്നതേ ഉള്ളൂ. അത് വരാതിരിക്കണമെങ്കിൽ പാപം ചെയ്യരുത്. ഈ മനുഷ്യൻ ഇനിയും എന്താ ഇതിൽ കൂടുതൽ ഗതികെട്ടു പോകാൻ? ഈ ജന്മം 30-ാമത്തെ വയസ്സിൽ വീണവൻ, 68 വയസ്സ് വരെ കിടന്നുപോയവൻ, ഇയാൾ ഇനിയും ജീവിച്ചാൽ, അങ്ങേയറ്റം ആരോഗ്യത്തോടെ ജീവിച്ചാൽ 10-15 വർഷം, അതിൽ പരം ഭാഗ്യം ഈ ഭൂമിയിൽ ഇയാൾക്ക് എന്താണ് ഉണ്ടാകുക? ഇതിലും മോശമായത് ഇയാൾക്കൊന്നും സംഭവിക്കാനും ഇനിയുമില്ല. പക്ഷെ ഈശോ പറഞ്ഞു, വരാനുണ്ട്. എന്താണെന്നറിയാമോ? നീ മരിച്ച് സ്വർഗത്തിന്റെ പടിവാതിൽക്ക് ചെല്ലുമ്പോ എന്നേക്കുമായി ആ വാതിലുകൾ നിനക്കെതിരെ അടഞ്ഞുപോയാൽ അതാണ് നിനക്ക് സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യം. ഈ ഭൂമിയിൽ ഏത് വാതിൽ നിനക്ക് അടഞ്ഞാലും പരിഹാരമുണ്ട്. പക്ഷേ there is no other option. മരിച്ച് സ്വർഗം നിനക്കെതിരെ അടഞ്ഞുപോയാ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, മോനെ, മോളെ, പാപം ചെയ്യരുതേ. ഏതെങ്കിലും അരുതാത്ത വഴികളിലാണ് ഇപ്പോൾ ചവിട്ടി നിൽക്കുന്നതെങ്കിൽ തീരുമാനമെടുക്കണേ. കാരണം ഇത് നിസ്സാര കാര്യമല്ല. കരുണയുടെ ഒരു ദൈവം തൻ്റെ ഹൃദയം തുറന്ന് നമ്മളെ വിളിക്കുകയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നു. മതബോധന ഗ്രന്ഥത്തിന്റെ 1034-ാം ഖണ്ഡികയിൽ വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിതാവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗേഹന്നയെപ്പറ്റി യേശു കൂടെ കൂടെ പറയുന്നുണ്ട്. ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണത്. പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ഈശോ കൂടെ കൂടെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ആത്മാവും ശരീരവും നശിക്കുന്ന ഒരു സ്ഥലം, അതിൻ്റെ പേരാ നരകം. പാപങ്ങളുടെ കണക്കെടുക്കുന്ന ഒരു ദിവസമുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 4:20. തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി എത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരുടെ മുഖത്തു നോക്കി അവരെ കുറ്റപ്പെടുത്തും. ഞാനിതൊരിക്കൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടായി ഇത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ, ഒരു കുഞ്ഞു ജീവിതമാണ്, സന്തോഷിച്ച് ജീവിച്ചോട്ടെ, അച്ഛൻ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാതെ വെച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ ഈ പറയുന്നത് നേരല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമൊന്നും വരാനില്ല. ഒരു മൈക്ക് സിസ്റ്റം എടുത്ത് കുറേ ലൈറ്റ് ഇട്ടു, അതില്ലാ വർഷം പെരുന്നാൾ നടത്തുന്ന, പിന്നെ കുറേ പേര് വന്നിരുന്നു. അതിപ്പോൾ സർക്കസിനാണേലും സിനിമയ്ക്കാണേലും ആൾ കൂടാറുണ്ടല്ലോ, വലിയ നഷ്ടമൊന്നുമില്ല. പക്ഷെ മറിച്ചാണെങ്കിലോ, ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിലോ, ചെറിയ പാപത്തിന് പോലും കണക്ക് കൊടുക്കേണ്ടി വരുമെങ്കിലോ? പ്രിയമുള്ളവരെ, വെളിപാടിന്റെ പുസ്തകം 20-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ വിശുദ്ധ ബൈബിൾ എഴുതി പൂർത്തിയാക്കുന്ന, മുദ്രയിടുന്ന പുസ്തകമാണ് വെളിപാട്. ഈശോയുടെ വക്ഷസിലേക്ക് ചാരിക്കിടന്ന യോഹന്നാൻ ശ്ലീഹായ്ക്ക് ആകാശം വെളിപ്പെടുത്തി കൊടുത്ത വെളിപാടാണത്. 20-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള തിരുവചനങ്ങളിൽ യോഹന്നാൻ ശ്ലീഹ ഈ പുസ്തകം, ബൈബിളിന്റെ അവസാനത്തെ പുസ്തകം എഴുതി വെക്കുമ്പോൾ പറയുന്നത് അവസാന വിധിയെക്കുറിച്ചാണ്. ഞാൻ വെണ്മയേറിയ ഒരു സിംഹാസനം കണ്ടു, അതിലിരിക്കുന്നവനെയും കണ്ടു.
അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. ഭൂമിക്കൊരു അവസാനമുണ്ട്. ഈ കാണുന്നതിനൊരു അവസാനമുണ്ട്. ഈ വിധിയുടെ ദിവസം മരിച്ചവരെല്ലാം, ചെറിയവരും വലിയവരും, ഈ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കണം. വചനം പറയുന്നു, ഞാൻ കണ്ടു, ഗ്രന്ഥങ്ങൾ തുറക്കപ്പെടുന്നു. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. പ്രിയമുള്ളവരെ, ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതാത്തവർക്ക് അഗ്നി ഒരുക്കപ്പെട്ടിട്ടുണ്ടെന്ന് വചനം പറഞ്ഞാണ് ഈ പുസ്തകം അടയുക. 16 ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിലും മരണത്തോടെല്ലാം തീരും. പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ പിടിക്കപ്പെട്ടാൽ അവിടുന്ന് രക്ഷപ്പെടുക പാടാ. ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷേ ആത്മഹത്യയിലൂടെ നമ്മൾ പരിഹാരം കണ്ടെത്തിയേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ മുൻപിലെ പാപങ്ങൾക്ക് പരിഹാരം ഈ ഭൂമിയിൽ വെച്ച് തന്നെ കണ്ടെത്തിയില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ്. ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഇതെല്ലാം കാണുന്ന ഒരു ദൈവം ഉണ്ട്. അങ്ങനെ ഈ ന്യായാസനത്തിൻ്റെ മുൻപാകെ ഒരു വറീതി ചേട്ടനും ചെന്നങ്ങ് വെക്കുക. വറീതി ചേട്ടൻ ചെന്നപ്പോഴാണ് ഈ പുസ്തകത്തിൽ വറീതി ചേട്ടൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ പുസ്തകമാണെന്ന് സ്ക്രീനിൽ ഇങ്ങനെ തെളിയാൻ സാധ്യതയുണ്ട്. വറീതി ചേട്ടൻ്റെ വറീതിനെ സ്റ്റേജൊക്കെ കയറ്റി നിർത്തി വറീതി ചേട്ടൻ്റെ ജീവിതം സ്ക്രീനിൽ തെളിയുകയാണ്. മാലാക ഓണാക്കി സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഈശോ പറയുകയാണ്, വറീതി ചേട്ടൻ്റെ വിധി ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മരിച്ചവരെല്ലാം. അപ്പോൾ വറീതി ചേട്ടൻ ജനിച്ച് മാമോദീസ, ആദ്യ കുർബാന, സൺഡേ സ്കൂള്, LP UP ഇങ്ങനെ അങ്ങനെ പഠിച്ച് വരുമ്പോൾ ബോംബെയിലോട്ട് പോകുന്നു, അവിടെ പഠിക്കുന്നു, തിരിച്ച് നാട്ടിൽ വരുന്നു, ഗൾഫിൽ പോകുന്നു, തിരികെ വരുന്നു, വിവാഹം കഴിക്കുന്നു, ദാമ്പത്യ വല്യരിയിൽ 3-4 കുഞ്ഞുങ്ങളാകുന്നു. പിന്നെ ഇങ്ങനെ ജീവിച്ച് പോകുമ്പോൾ പെട്ടെന്ന് വറീതി ചേട്ടൻ മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. നോക്കുമ്പോൾ ഭാര്യ മരിച്ചുപോയി. വേദനയോടെ ഏങ്ങലടിച്ചിരിക്കുന്ന വറീതി ചേട്ടൻ്റെ അടുത്തേക്ക് തിരുമേനിമാർ, അച്ഛന്മാരൊക്കെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നു. അനേകരും ഒന്ന് റീത്ത് വെക്കുന്നു. കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വറീതി ചേട്ടൻ ശരിയാണല്ലോ. അന്ന് രാത്രി അടക്കമെല്ലാം കഴിഞ്ഞ് വറീതി ചേട്ടൻ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മക്കൾ വന്നിട്ട് പറഞ്ഞു, പപ്പ വിഷമിക്കേണ്ട, ഞങ്ങളുണ്ട്, നിങ്ങളുടെ കാര്യമൊക്കെ എനിക്കറിയാം, നിങ്ങളിപ്പം വിദേശത്തൊക്കെ പോകും, ഞാൻ ഒറ്റയ്ക്കായില്ലേ. അങ്ങനെ വറീതി ചേട്ടൻ 6 മാസം കഴിഞ്ഞപ്പം വേറൊരു വിവാഹം കഴിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, സ്റ്റോപ്പ്. മാലാഖ സ്റ്റോപ്പ് ചെയ്തു. റിവൈൻഡ് ചെയ്യാൻ പറഞ്ഞു. എവിടെ? ആ ഭാര്യ മരിക്കുന്ന രാത്രി. റിവൈൻഡ് ചെയ്തപ്പോൾ സൂം ചെയ്യാൻ പറഞ്ഞു. സൂം ചെയ്തപ്പോൾ കാണുന്ന കാഴ്ച, കഴിഞ്ഞ 18 വർഷമായി ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്ന ഈ ഭാര്യ കിടക്കുമ്പോൾ വറീതി ചേട്ടൻ അടുക്കളയിൽ പോകുന്നു, ഫ്രിഡ്ജ് തുറക്കുന്നു, ഇൻസുലിൻ സിറിഞ്ചിൽ വലിച്ചെടുക്കുന്നു, നിറയെ ചെല്ലുന്നു. ഉറങ്ങിക്കിടന്ന ഭാര്യയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. രാവിലെ നോക്കിയപ്പം ഭാര്യ മരിച്ചു. ഈ വറീദിനെ കീഴ്ക്കോടതി പിടിച്ചില്ല, ഹൈക്കോടതി പിടിച്ചില്ല, മേൽക്കോടതി പിടിച്ചില്ല, സുപ്രീം കോടതി പിടിച്ചില്ല. ലോകത്തിലെ ഒരു കോടതിയും വറീദിനെ കണ്ടില്ല. 18 വർഷമായി രോഗിയായിരുന്ന ആള് മരിച്ചുപോയി. പക്ഷേ ഈ പുസ്തകം ഇത് ക്യാമറ കണക്ക് റെക്കോർഡ് ചെയ്യുമെന്ന് ചെയ്യുന്നതെല്ലാം ഉണ്ട്. എവിടെ? സങ്കീർത്തനം 50-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു, നിന്നെ പോലെയാണ് ഞാനുമെന്ന് നീ കരുതി. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു, നിന്റെ മുൻപിൽ നിന്റെ കുറ്റങ്ങൾ ഞാൻ നിരത്തിവെക്കുന്നു. ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും. രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തെ മറക്കുക, ഇതാണ് പാപം.